എന്ന് തന്നെ പറയും. രണ്ടഭിപ്രായമുണ്ട് എനിക്ക്. ലൈസൻസ് കിട്ടിയാലാണ് ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ. അതൊന്നുമില്ല, വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്, അപ്പോൾ കാണും. അങ്ങനെ ഇടയ്ക്ക് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് അന്നായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഹായ്, ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ 3 ആളുണ്ടെന്ന്. ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി. കോഫി ഹൗസിൽ നിന്നാണ് ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചേട്ടാ. അപ്പോൾ നല്ല ഫുഡായിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു, പരിപ്പ് പായസം. അപ്പോൾ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് തിരിച്ച് പോരണ വഴി ഞാൻ വണ്ടി സൈഡാക്കി ഇട്ടു. എന്നിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ. കുറേ നാളായി ശരിക്കും നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഫോൺ കേടായിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നു. ലോങ് വീഡിയോ ആണ് ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ അടിപൊളിയായിട്ട് പോണ്. ഒരു കണ്ടിട്ടാണ് അപ്പോൾ നന്ദുവിനും കുഞ്ചൂസിനും ട്യൂഷനുണ്ട്. കുഞ്ചൂസിന് രാവിലെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. നന്ദുവിനില്ല, വൈകുന്നേരം ഇല്ല. നന്ദുവിന് രാവിലെ മാത്രമല്ല. പക്ഷെ അങ്ങനെ കൂടുതൽ ടൈം ഉണ്ടായിരുന്നു അല്ലടാ, കൂടുതൽ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് അന്നായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അനിയൻ വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അവൻ ശരിക്കും ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. കൊറോണ സമയത്ത് ഞങ്ങളെ കൂടെ 2.5 മാസം 3 മാസത്തിനടുത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കോഴിക്കോടേക്ക് അങ്ങനെ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോവാറുണ്ട്, അപ്പോൾ കാണും. അങ്ങനെയായിരുന്നു. അപ്പോൾ അനിയൻ വന്നു. കഴിഞ്ഞ മാസം അനിയൻ വന്നു. ഞങ്ങളെ കൂടെ 2 ദിവസമൊക്കെ നിന്നു. പിന്നെ അവന് ദുബായിൽ ഒരു ജോലി കിട്ടിയെന്ന് വെച്ചാൽ ലൈസൻസ് എടുത്താലേ ജോലി ആവുള്ളൂ. പക്ഷെ അവൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മാസം 19-ന് അവൻ ദുബായിക്ക് പോയി. അവിടെ എത്തിയിട്ട് ഞങ്ങളെ വിളിച്ചു. പിന്നെ മെസ്സേജൊക്കെ അയക്കലുണ്ട്. അപ്പോൾ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇനി പുള്ളിക്ക് ലൈസൻസ് കിട്ടണം. അവിടുത്തെ ഡ്രൈവറായിട്ടാണ്. അപ്പോൾ ലൈസൻസ് കിട്ടിയാലാണ് ജോലിയുടെ കാര്യത്തിൽ തീരുമാനമാവുള്ളൂ. അപ്പോൾ അങ്ങനെ. കുഞ്ചൂസിന് എന്തെങ്കിലും പറയണ്ട? ഒന്നും പറയാനില്ല. കുഞ്ചൂസൊക്കെ തിന്ന് വയറ് നിറഞ്ഞിരിക്കുകയുണ്ടോ. ഇനിയിപ്പോൾ ട്യൂഷന് പോകാനുണ്ട്. അവൻ്റെ ബാഗ് വണ്ടിയിലുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിലെ പോണ വഴിക്ക് കുഞ്ചൂസിനാക്കി കൊടുക്കാമെന്ന്. നന്ദു പായസം ഇഷ്ടമായ? ഓ, നല്ല പായസമല്ലേ. പിന്നെ ഇവർ ഓരോ തേങ്ങ മിഠായും വാങ്ങി കഴിച്ചു. ഞാൻ സാധാരണ വാങ്ങി കഴിക്കാനുണ്ടത്. പക്ഷെ ഇന്ന് എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. ഇവർക്ക് 2 വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തു. പിന്നെ ഇന്ന് ഞായറാഴ്ച അല്ലേ, എപ്പോഴും പണി. എനിക്ക് ഭയങ്കര അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് കുറച്ച് മടി കൂടുതലുള്ള ഫുഡ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. എപ്പോഴല്ല, എപ്പോഴെങ്കിലും. പൊതുവേ സ്കൂളുള്ള ദിവസങ്ങളിൽ ഇവന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കണം. അപ്പോൾ വീട്ടിലെന്തായാലും ഫുഡ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ എപ്പോഴെങ്കിലും വൈകുന്നേരങ്ങളിൽ ഞങ്ങളിതുപോലെ പുറത്തുനിന്ന് ഫുഡ് ആക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഉണ്ട്, എപ്പോഴൊന്നുമില്ല. പിന്നെ ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, അപ്പോൾ എന്തായാലും ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചായ പരിപാടിയൊക്കെ ഉള്ള സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ രാവിലെയൊക്കെ എണ്ണക്കടിയൊക്കെ തന്നെയാട്ടോ ചായക്ക് കഴിച്ചിരുന്നു. സമയം ഉണ്ടാവില്ലല്ലോ. ചായപ്പണി കഴിഞ്ഞ് പിന്നെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകില്ല. അങ്ങനെയൊക്കെ തിരക്ക്. വീട്ടിൽ വന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തേക്കില്ല. അങ്ങനെയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊന്നും വീട്ടിലുണ്ടാക്കാൻ സമയം കിട്ടാറില്ലായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയല്ല, ഇപ്പം സമയമുണ്ട്. എന്നാലും ഭയങ്കരമായിട്ട് മാർക്കറ്റിന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും മാർക്കറ്റിൽ പോണത് കൊണ്ട്. പക്ഷെ ഞാൻ നിർത്തിയിട്ട് ഞാൻ ഇടയ്ക്ക് മാർക്കറ്റിൽ പോവാറുണ്ട് കേട്ടോ. പുലർച്ചെ എണീറ്റിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി പോവാണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. മാർക്കറ്റിൽ പോയി ഒരുപാട് ആൾക്കാരെ കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ശരിക്കും അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിലത്തെ എല്ലാവരെയും ഒരാളെന്നല്ല, എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഒരു 3-3.5 കൊല്ലം നമ്മൾ ഡെയിലി ചായ ഉണ്ടാക്കിയിട്ട് ആ ഒരു ടൈമിൽ പുലർച്ചെ അത്രയും നേരത്തെ എണീറ്റിട്ട് അവിടെ പോണതല്ലേ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ഇഷ്ടമായിരുന്നു അവിടെ പോണതും എല്ലാവരായിട്ടും ഇങ്ങനെ സംസാരിച്ച് നിൽക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടോറിക്ഷ നല്ലതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പോരെ, അല്ലെങ്കിൽ നമ്മൾ പറയില്ല ഇങ്ങനെ അത്ര പോരാ എന്ന് പറയില്ലേ, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത്ര പോരാ. ഞാൻ ഈ വണ്ടി എടുത്ത സമയത്ത് 1 മാസം കഴിയുമ്പോഴത്തേക്കും ഇതിന് കുറച്ച് കംപ്ലൈൻ്റ് ഒക്കെ വന്നു. വേറൊന്നല്ല, നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വണ്ടിയുടെ ചാർജർ കംപ്ലൈൻ്റ് ആയി. ചാർജർ കത്തിപ്പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചാർജ് കയറാണ്ടായി. ഫസ്റ്റ്
അവർ പറഞ്ഞ പോലെ കത്തിപ്പോയപ്പോൾ എനിക്ക് നന്നാക്കി തന്നു. വാറണ്ടി ഉള്ളതാണത്, അപ്പോൾ നന്നാക്കി തന്നു. പക്ഷെ കുറച്ച് സമയം എടുത്തിട്ടാണ് നന്നാക്കി തന്നെ. പക്ഷേ എനിക്ക് അത് എൻ്റെ ചാർജർ അവിടെ മേടിച്ച് വെച്ചിട്ട് പകരം എനിക്ക് വേറെ ചാർജർ ഇങ്ങോട്ട് തന്നു കേട്ടോ. അപ്പോൾ അതങ്ങനെ. പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചാർജർ കംപ്ലൈൻ്റ് ആയി. ചാർജ് കയറാണ്ടായിട്ട് ഞാൻ വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് അങ്ങോട്ട് പോയി. അവർ പറഞ്ഞ പോലെ ചാർജർ അവിടെ മേടിച്ച് വെച്ചിട്ട് എനിക്ക് വേറെ പഴയത് അവിടെ മേടിച്ച് വെച്ചിട്ട് എൻ്റെ ചാർജർ അവിടെ മേടിച്ച് വെച്ചിട്ട്, പഴയതല്ല നമ്മൾ പുതിയ വണ്ടി എടുത്തതാണ്, പക്ഷെ എൻ്റെ ചാർജർ അവിടെ മേടിച്ച് വെച്ചിട്ട് അവരെനിക്ക് അവിടെ നിന്ന് വേറൊരു ചാർജർ ഉപയോഗിക്കാനായിട്ട് തന്നു. അത് ശരിക്കും എനിക്ക് തോന്നുന്നു 1.5 ആഴ്ച ഒക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് തരുന്നത്. 1.5 ആഴ്ച 2 ആഴ്ച പിടിച്ചിട്ടുണ്ട് തോന്നുന്നു തരാനായിട്ട്. കേബിൾ മൊത്തം മാറ്റിയിട്ട് എനിക്ക് തന്നു. അപ്പോൾ അത് പിന്നെ ഇതുവരെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചാർജർ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെന്തായിരുന്നു, പിന്നെ വൈപ്പർ 2 പ്രാവശ്യം കേടായി, 2 പ്രാവശ്യം നന്നാക്കി തന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ പിന്നെ ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് 2 പണി 3 പണിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലിപ്പോൾ ഞാൻ ഈ ഒരു പണി മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ മറ്റുള്ള പണികളൊക്കെ ഞാൻ കുറച്ച് സമയം ചെയ്തിട്ട് കുറേ ടൈം ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം വർക്ക് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു എന്തെങ്കിലും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭാഗം കാണാൻ പറ്റുള്ളൂ. കാണുന്നുണ്ട്, പക്ഷേ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. രാവിലെ തൊട്ടിട്ട് വന്നാൽ ഉച്ചവരെ പോയി, പിന്നെ കഴിച്ച് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇറങ്ങി നൈറ്റ് ഒരു 9 മണി 9:30 വരെ വീണ്ടും, അങ്ങനെയാണ് ഞാൻ ഓടിക്കണത് വണ്ടി. അപ്പോൾ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യണം. അത് കുറച്ച് ടൈം വർക്ക് ചെയ്തിട്ട് കുറച്ച് സമയം എടുത്തിട്ട് പിന്നെ ഫുള്ള് ചെയ്യാം അങ്ങനെ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ വണ്ടി സൈഡാക്കാൻ നമുക്ക് ആരോടും ചോദിക്കാനൊന്നുമില്ല അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പോൾ 2 സർവീസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 3ാമത്തത് 20,000-ലാണ്. ഇപ്പോൾ 13 സംതിങ് ആയിട്ടുണ്ട്. 20,000 ആകുമ്പോൾ ഇനി കൊടുക്കണം. അപ്പം അങ്ങനെ. പിന്നെ മക്കളെ വിശേഷങ്ങൾ, ഇപ്പോൾ നന്ദു 10ലാണ്, കുഞ്ചൂസ് 9ലാണ്. രണ്ടാളും ട്യൂഷനൊക്കെ ചേർത്തി പോകുന്നുണ്ട്. മടിയൊക്കെ ഉണ്ട് രാവിലെ എണീക്കാൻ. നന്ദുവിന് ഗംഭീര മടിയാണ് രാവിലെ എണീക്കാനായിട്ട്. അപ്പോൾ കുഞ്ചൂസ് പിന്നെ അവൻ തന്നെ ഫോണിൽ അലാറം അടിക്കുമ്പോൾ അവൻ തന്നെ അങ്ങനെ എനിക്ക് പോയിക്കോളും. നന്ദുവിന് ഞാൻ ഇങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കണം, അങ്ങനെയാണ്. പക്ഷെ എന്നാലും പോകുന്നുണ്ട് ഇവിടെ. പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. 10ാം ക്ലാസ്സാണ്, കുറച്ചും കൂടി കാര്യമായിട്ട് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ. പിന്നത്തെ വിശേഷം എന്താ, അനിയത്തി വരാറുണ്ട്, വിളിക്കാറുണ്ട്. കാണാൻ പറ്റുന്ന സമയങ്ങളിൽ ഞങ്ങൾ കാണാറുണ്ട്. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കോടതിയിൽ പോയി കാണാറുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് സംസാരിക്കും. ചിലപ്പോൾ ഒരുമിച്ച് ചായ കുടിക്കുകയോ ഒരുമിച്ച് ചോറ് കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെന്താ, പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എപ്പോഴും തിരക്കാണ്, തിരക്കൊഴിഞ്ഞിട്ട് സമയമില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കാണ്. പക്ഷേ വീഡിയോ ചെയ്യുകയും വേണമല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ സമയം, ഈ ഒരു സമയം വീഡിയോ ചെയ്യാൻ അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യണത്. പിന്നെ എൻ്റെ മൈക്ക്, ഞാനൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് ശരിയാക്കാൻ പറ്റും തോന്നുന്നു അല്ലേ? നായ്ക്കുട്ടിനെ വാങ്ങിയ സമയത്ത് പുള്ളി കടിച്ച് 2 കഷ്ണാക്കിയത്. അപ്പോൾ ഞാനത് കൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊക്കെ വിചാരിച്ചു. 200 സംതിങ് ആയിട്ടുള്ളൂ. പക്ഷെ നല്ലതായിരുന്നത് 200 സംതിങ് ആയിട്ടുള്ളൂ. ഓൺലൈനിൽ നിന്ന് മീഷോന്ന് വാങ്ങിയതാണ്. അപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ശരിക്കും ആ മൈക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പതിയെ പറഞ്ഞാലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല വോയിസിൽ കേൾക്കാൻ പറ്റും. ഇപ്പോൾ വണ്ടിയുടെ ബഹളമോ കാര്യങ്ങളോ ഒന്നും കേൾക്കില്ല, അങ്ങനെയൊക്കെയായിട്ട്. അപ്പോൾ എന്തായാലും പിന്നെ മൈക്ക് എന്തായാലും മേടിക്കണം ഇനി വീഡിയോ ചെയ്യുമ്പോൾ. പിന്നെ ഫോൺ എന്തായാലും ഇത് വെച്ചിട്ട് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിക്കണം. ഇനി ഇത് കേടാവുമ്പോൾ അങ്ങനെ പുതിയ ഫോണിലേക്ക് കയറാം എന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ പൈസ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, അങ്ങനെ. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്, സേഫായിട്ടിരിക്കുകയാണ്. പിള്ളേരായാലും നല്ലതായിട്ടിരിക്കുന്നു. കുഞ്ഞു ദിവസം എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. ചെക്കൻ തളർന്ന് കിടക്കുക, തിന്ന ക്ഷീണത്തിൽ കിടക്കുകയാണ്. പിന്നെ അനിയൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ പകൽ വണ്ടി എടുത്തിട്ടില്ല. പകലത്ര ഭയങ്കര തിരക്കൊന്നും ഉണ്ടാവില്ല. 3 മണിക്ക് ശേഷമാണ് തിരക്കുണ്ടാവുക. നന്ദു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് 3-3:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ. ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി തുടർച്ചയായിട്ട് വീഡിയോ പ്രതീക്ഷിക്കാം അല്ലേ? വീഡിയോ ചെയ്യാം, വിശേഷങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും മറന്നു പോകരുത് നമ്മുടെ വീഡിയോ
ഫുള്ളായിട്ട് കാണണം കേട്ടോ. കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്തായാലും ചെയ്യണമല്ലോ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.